ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് അഹ്സാബിൽ വലഖദ് ഖാനു അഹദുല്ലാഹി മിൻ ഖബ്ൽ ലാ യുവല്ലൂനൽ അദ്ബാറ വകാന അഹദുല്ലാഹി മസ്ഊല എന്നുള്ളതാണ് എടുത്തത്. പിന്നെ ഖന്തഖ് യുദ്ധ സാഹചര്യത്തിലാണ് ഈ വചനങ്ങളുടെ അവതീർണത. അപ്പോൾ പിന്നെ ഈ യുദ്ധമുഖത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ട് കപട വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയം. അപ്പോൾ നമ്മൾ പറഞ്ഞു വലഖദ് കാനു അഹദുല്ലാഹി മിൻ ഖബ്ലു ലാ യുവല്ലൂനൽ അദ്ബാർ. ഇതിനു മുമ്പ് പറഞ്ഞാൽ ഈ ഖന്തഖ് യുദ്ധത്തിൻ്റെ ഒരു വർഷം മുമ്പാണ് ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധത്തിലും മുനാഫിക്കുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് അവർ കരാർ എഴുതിയിരുന്നു, ഒരിക്കലും എന്ത് ചെയ്യൂല, ഇങ്ങനെ പിന്തിരിഞ്ഞ് പോകൂല എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ആവർത്തനമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിക്കുമ്പോൾ വകാന അഹദുല്ലാഹി മസ്ഊല, അള്ളാഹിനോട് ചെയ്ത കരാർ അത് വിചാരണ ചെയ്യപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്നവിടെ പറഞ്ഞത്. വകാന അഹദുല്ലാഹി മസ്ഊല. അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവൽ ഖത്ൽ വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീല. ഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ ആവശ്യപ്പെടുകയാണ്, ലൻ യൻഫഅകും, നിങ്ങൾക്കൊരിക്കലും ഉപകരിക്കൂല. ലൻ യൻഫഅകും, നിങ്ങൾക്കൊരിക്കലും ഉപകരിക്കുകയില്ല. എന്ത്? അൽ ഫിറാർ. അൽ ഫിറാർ, അൽ ഫിറാർ എന്താ? ഓട്ടം. ഇവിടെ ഇവർ ഈ ഒരു ഇതിനെ ഇല്ലാ ഫിറാറാണ് നമുക്കവിടെ വന്നിട്ടുണ്ടത്. അൽ ഫിറാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടം. ഇൻ ഫറർത്തും മിനൽ മൗത്തി അവൽ ഖത്ൽ, ഇൻ ഫറർത്തും, നിങ്ങൾ ഓടിയിട്ടുണ്ട് എങ്കിൽ. എവിടെ നിന്ന്? മിനൽ മൗത്ത്, മരണത്തിൽ നിന്ന്, അവൽ ഖത്ൽ, അല്ലെങ്കിൽ വധത്തിൽ നിന്ന്. ഫിറാർ എന്ന് പറയുന്നത് ഒരു സംഗതിയെ പേടിച്ചിട്ടുള്ള ഓട്ടാണ്. ഓരോരുത്തരിൽ നിന്ന് ഒരു സംഗതി പേടിച്ചുള്ള ഓട്ടത്തിനാണ് ഫറ പ്രയോഗിക്കുക. അറബിയിൽ ഹറബ, ഫറ, അബഖ, വല്ല, ഹസമ, ഇതൊക്കെ ഓടുന്നതിനാണ് പറയാം, ഓടുന്നതിനെ കുറിച്ച്. പക്ഷേ ഓരോ ഓട്ടത്തിനും എന്തുണ്ട്? വേറെ വേറെ ഉദ്ദേശമുണ്ട്. ഹറബ ശത്രുവിൽ നിന്ന് ഓടുന്നതിൽ നിന്ന്, അതേപോലെ തന്നെ ഫറ പേടിച്ച് ഓടുന്നതിന്, അബഖ അടിമ ഉടമയിൽ നിന്ന് ഓടുന്നതിന്, ഹസമ തോറ്റ് ഓടുന്നതിന്. ഇങ്ങനെ പര്യായ പദങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആശയങ്ങൾക്കൊക്കെ പല പര്യായങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ ഒട്ടകത്തിന് ഇത്ര പേര്, പിന്നെ കുതിരകൾക്ക് ഇത്ര പേര്, ചിലത് 500 പേര്, ചിലതിന് 1000 പേര്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരേ അർത്ഥത്തിലല്ല അത്. ഒരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിന് പല പേര് വന്നാൽ ഓരോ പേരിനും എന്തുണ്ടാവും? വ്യത്യസ്ത മാനങ്ങളുണ്ടാവും. അത് ആ മാനങ്ങൾക്കനുസരിച്ച് പ്രയോഗിക്കുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊക്കത്തിന് ഓടി എന്ന് പറയും. പക്ഷേ ഓരോ ഓട്ടത്തിനുണ്ടാകും ഓരോ പ്രത്യേകത ഉണ്ട്. അല്ലാതെ അറബി ഭാഷ അങ്ങനെ ഒരു പിന്നെ ഒരാശയത്തിൽ തന്നെ കുറേ പദങ്ങൾ എന്നല്ല. പിന്നെ ഒരേ ആശയത്തിലാണെങ്കിലും അതിന് വ്യത്യസ്ത കാഴ്ചപ്പാടും ഉദ്ദേശം ഉണ്ടായിരിക്കും. ലൻ യൻഫഅകുമുൽ ഫിറാർ, ഉണ്ടോ? ഇവിടെ പേടിച്ചു വിടുകയാണ്. ഈ ഓട്ടം നിങ്ങൾക്കൊരിക്കലും ഉപകരിക്കുകയില്ല. ഇൻ ഫറർത്തും, നിങ്ങൾ ഓടുകയാണെങ്കിൽ, മിനൽ മൗത്തി അവൽ ഖത്ൽ. ഇവിടുന്ന് ഓടുന്നത് എന്തിനാ? ഓടുന്നത്? ഇവിടെയുള്ള ശത്രുവിൻ്റെ പിന്നെ അവർ കൊല്ലുമോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ ഇവർ അനുവാദം ചോദിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിച്ചില്ല. ഇന്ന ബുയൂതന ഔറ, ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല, വീട് പിന്നെ ഔറത്താണെന്നൊക്കെ പറഞ്ഞില്ലേ. അള്ളാഹു അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഓട്ടം മാത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മരണം പേടിച്ചിട്ടാണ് ഓടുന്നത്. അവിടെ വിശ്വാസികളാണ്. മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ വധത്തിൽ നിന്ന് നിങ്ങൾ ഓടുകയാണെങ്കിൽ ഓട്ടം നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കൂല. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഓട്ടം ഉപകരിക്കൂലേ? ഉപകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് രക്ഷപ്പെടാനാണ്, അല്ലേ? മരണത്തിൽ നിന്നുള്ള രക്ഷ അല്ലെങ്കിൽ ഖത്ലിൽ നിന്നുള്ള രക്ഷയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ രക്ഷ നിങ്ങൾക്കൊരിക്കലും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ല
പിന്നെ എന്താ ഈ മൗത്തും ഖത്തലും തമ്മിൽ വ്യത്യാസം? മൗത്ത് ഖത്തൽ എന്താ വ്യത്യാസം? ഖത്തൽ ഖത്തൽ കൊലയാണ്, മൗത്ത് മരണമാണ് അല്ലേ? പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ? ഒരാൾ മരിച്ച എന്താ അള്ളാഹു അയാളെ ശിക്ഷിക്കില്ല അതിൻ്റെ പേരിൽ. പക്ഷെ ഒരാളെ കൊന്നാൽ, ഒരാൾ സ്വന്തത്തെ കൊന്നാൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു മുന്നാനസ്സലക ആഫിയ. ഒരാൾ മനുഷ്യന് ആത്മഹത്യ ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, പിന്നെ എന്നേക്കാൾ തിരക്ക് കൂട്ടിയിട്ടാണ് അവന് വന്നത്, അവന് നരകാണുള്ളതെന്ന് പറയുന്നറില്ലേ? അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ജർനാമിൻ എന്നാണ് മൗത്തിൽ അല്ല. പിന്നെ ആദ്യം ആത്മാവാണ് കേടാകുക, പിന്നെ ശരീരം കേടാകുക. കൊലയിൽ ആദ്യം ശരീരമാണ് കേടാകുക, പിന്നെയാണ് ആത്മാവ് കേടാകുക. മനസ്സിലായോ? മരിക്കുമ്പോൾ ആത്മാവിനാണ് കേടാദ്യം അല്ലേ? ആത്മാവ് ശരീരത്തിൽ ഒളിക്കും, അതിനെ വലിച്ചെടുക്കും. അസ്തഗ്ഫിറുള്ള, അത് നുറുങ്ങും എന്നൊക്കെ പറയല്ലേ? എന്നിട്ട് പിന്നെയാണ് ശരീരം ജീർണിക്കുക. ചിലപ്പം ശരീരം ശോഷിച്ച് മെലിഞ്ഞൊക്കെ ആയിരിക്കും ഉണ്ടാവുക മരിക്കണ സമയത്ത്. പക്ഷേ ആത്മാവിനെ എടുക്കപ്പെട്ടതിന് ശേഷം അത് ശരീരത്തിൽ ശിഥിലമായി കിടക്കുന്നിടത്തുനിന്ന് മലക്കുകൾ വലിച്ചൂരിയെടുത്തതിന് ശേഷം നമുക്ക് കാഫിയത്തട്ടെ, പിന്നെയാണ് ശരീരം ജീർണിക്കുക, കേടാവുക. കൊലയിൽ അങ്ങനെയല്ല. കൊലയിൽ ആദ്യം ശരീരമാണ് കേടാകുക, പിന്നെയാണ് ആത്മാവിന് പിന്നെ കേട് സംഭവിക്കുക. ശരീരം മുറിച്ച് അല്ലെങ്കിൽ ശരീരം വികൃതമാക്കി അതിന് ശേഷമാണ് എന്ത് സംഭവിക്കുക? ആത്മാവ് പോവുക ഇവിടുന്ന് കൊലയിൽ നിന്ന്. അതാണ് അതിൻ്റെ വ്യത്യാസം. ചില തഫ്സീറുകളിൽ അങ്ങനെ പറഞ്ഞു, എന്താ ഈ മൗത്തും ഖത്തലും തമ്മിലുള്ള വ്യത്യാസം. അപ്പം മൗത്തിൽ ആദ്യം ആത്മാവിന് പിന്നെ ശരീരത്തിന് കേട് സംഭവിക്കുന്നു. കൊലയിൽ ആദ്യം ശരീരത്തിന് കേട് സംഭവിക്കുന്നു, അതിനെ തുടർന്ന് റൂഹ് അതിന് കേട് സംഭവിക്കുന്നു. പറഞ്ഞു മനസ്സിലായി വ്യത്യാസം? ചില തഫ്സീറുകൾ അങ്ങനെ ഒരു വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീല. വൈദൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഓടി എന്നിട്ട് നിങ്ങൾ രക്ഷ കണ്ടാലും, അതാണ് വൈദൻ. നിങ്ങൾക്ക് ഉപകരിച്ച് നോക്കുക, ഓട്ടം ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉപകാരം? നിങ്ങൾക്ക് രക്ഷയാണല്ലോ, മരണത്തിൽ നിന്നുള്ള രക്ഷ അല്ലെങ്കിൽ വധശ്രമത്തിൽ നിന്നുള്ള രക്ഷ. അത് കിട്ടിയാൽ തന്നെ വഇദൻ ലാ തുമത്തഊ ഇല്ലാ ഖലീല. ലാ തുമത്തഊ, നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാനാവുകയില്ല. ലാ തുമത്തഊ, നിങ്ങൾക്ക് ജീവിത സുഖം കരിയപ്പെടുകയില്ല. ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. താൽക്കാലം ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഓടിയിട്ടുണ്ടെങ്കിലും ദക്കാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി എന്നാണ്. ദക്കാത്തു ഖൽബിൽ മർ, ഒരു മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് അവനോട് പറയുന്നു, ഇന്നൽ ഹയാത്ത, തീർച്ചയായും മരണം, ദഖായിഖുൻ വസവാനി, മിനിറ്റുകളും നിമിഷങ്ങളും മാത്രമാണ് എന്ന്. അഹമ്മദ് ഷൗക്കിൻ്റെ ഒരു വരിയാണ്, വളരെ ഭാഷയുള്ള. ദക്കാത്തു ഖൽബിൽ മർ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ, ഖായിലത്തുൻ ലഹു, അത് മനുഷ്യനോട് പറയുന്നു, ഇന്നൽ ഹയാത്ത, ജീവിതം എന്ന് പറഞ്ഞാൽ ദഖായിഖുൻ വസവാനി, അത് മിനിറ്റുകളാണ്, നിമിഷങ്ങളാണ്, സെക്കൻഡുകളാണ് എന്ന് പറയും. അൽ മൗതു കഅസുൻ വകുല്ലുന്നാസി ശാരിബുഹു, അൽ മൗതു ബാബുൻ വകുല്ലുന്നാസി ദാഖിലുഹു എന്നാണ് മറ്റൊരു കവി പറഞ്ഞത്. അൽ മൗതു, മരണം, കഅസുൻ, അതൊരു ചഷകമാണ്, കോപ്പയാണ്. വകുല്ലുന്നാസി ശാരിബുഹു, എല്ലാവരും അതിന് കുടിക്കും. അൽ മൗതു ബാബുൻ, മരണം അതൊരു കവാടമാണ്. വകുല്ലുന്നാസി ദാഖിലുഹു, എല്ലാവരും എന്ത് ചെയ്യും? അതിലൂടെ കടന്നു പോകും. അപ്പോൾ അത് വളരെ അടുത്താണ്. നമ്മൾ മരണാനന്തരം നമ്മൾ ബർസഖി ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ, പരലോകത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ ഭൂമിയിൽ ഇല്ല സാഅത്തൻ മിൻ നഹാർ, പകലിൻ്റെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വൈദൻ, ഇനി അങ്ങനെ നിങ്ങൾ ഓടി, നിങ്ങൾക്ക് ആ ഓട്ടം ഉപകരിച്ചിട്ട് നിങ്ങളുടെ രക്ഷ കണ്ടാൽ തന്നെയും ലാ തുമത്തഊന ഇല്ലാ ഖലീല, വളരെ കുറച്ചേ നിങ്ങൾക്ക് ജീവിത സുഖം അരുളപ്പെടുകയുള്ളൂ, ഇവിടെ ജീവിക്കാനാവൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരാൾ വലീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമവി ഭരണാധികാരിയെ കുറിച്ച്, ഒരു ഗവർണറെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പിന്നെ ഈ താഊൻ, പ്ലാഗ് രോഗം പിടിപെട്ടപ്പോൾ ഓടിയെന്നാണ്. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ലാ. താഊനിൽ നിന്ന് ഓടിയെന്നാണ്. ഓടിയപ്പോൾ ഈ ആയത്ത് ഓതി കൊടുത്തു, കുല്ല യൻഫഅകുമുൽ ഫിറാർ ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ൽ
ഇതല്ലാത്ത മത്തവന ഇല്ല കലീല എന്ന് ഓതിയതാണ്. നിങ്ങൾ മരണത്തിൽ നിന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്നതിൽ നിന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓട്ടം ഉപകരിക്കില്ല. ഓടി പോയാൽ തന്നെ ഇല്ലാത്ത മത്തവന ഇല്ല കലീല, നിങ്ങൾ കുറച്ചേ എന്തുള്ളൂ ഉപകരിക്കുള്ളൂ എന്ന് പറയണം. അപ്പോൾ വലീദ് പറഞ്ഞു എന്നാണ്, ഉരീദു ഹാദൽ മതാ അൽ ഖലീൽ, ഉരീദു ഹാദൽ മതാ അൽ ഖലീൽ എന്നാണ്. എന്താ ആ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ജീവിത സുഖം അരുളപ്പെടൂ എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹം പറഞ്ഞു ഞാൻ ഓടുകയാണ്, എനിക്ക് ആ കുറച്ച് കിട്ടണം, അൽ മതാഉൽ ഖലീൽ എനിക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടണതെന്ന് പറഞ്ഞു എന്നാണ്. പക്ഷെ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷയമല്ല. ഇപ്പം മരണമുള്ളിടത്തേക്ക് നമ്മൾ ഇത് വിചാരിച്ചിട്ട് പോകാൻ പാടില്ല. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് മുനാഫിക്കിനെ കുറിച്ചാണ് പറയുന്നത്. മുനാഫിക്ക് ഓടാൻ പാടില്ലാത്തയിടത്ത് നിന്ന് ഓടുകയാണ്, ഓടാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ. അതിനാണ് അനുവാദം ചോദിക്കണം. അതിനാണ് ഈ ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല, വീട് ഔറത്താണ്, അതിന് മതിലില്ല, അതിന് ചുമരില്ല, വാതിൽ പൊളിഞ്ഞടി കിടക്കുകയാണ് എന്നൊക്കെ അനുവാദം ചോദിക്കണത് എന്തിനാണ്? ഈ യുദ്ധമുഖത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുനാഫിഖീങ്ങളെ കൈകാര്യം ചെയ്യാണ് ഇവിടെ ഈ പ്രയോഗത്തിലൂടെ. കുല്ലയ്യം ഫഅകുമുൽ ഫിറാറു ഇൻ ഫറത്തും മിനൽ മൗതി അവിൽ ഖത്ൽ വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീല. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഈ കപട വിശ്വാസികളുടെ കാപട്യത്തിൻ്റെ ചുരുളായിരിക്കണം അല്ലാഹു. കുൽ, ഇവിടെ കുൽ പറഞ്ഞ് ഇനിയും വമൻ എന്ന് പറയാതെ കുൽ എന്ന് തന്നെ പറയുന്നത് ഈ പറയപ്പെടുന്നതിൻ്റെ പ്രാധാന്യത്തെ ദ്യോതിപ്പിക്കാനാണ്. കുൽ പറയുക, മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹ് ഇൻ അറാദ ബികും സൂഅൻ ഔ അറാദ ബികും റഹ്മ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യം വലാ നസീറ. കുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പറയണം. കുൽ മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ തടുക്കുന്നവൻ ആയി ആരാണുള്ളത്? മൻ ഉള്ളവൻ ആരാണ്? അല്ലദീ യഅസിമുകും, നിങ്ങളെ തടുക്കുന്നവനായി സംരക്ഷിക്കുന്നവനായി. അല്ലദീ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ, യാസിമുക്കും അവൻ നിങ്ങളെ സംരക്ഷിക്കുന്നു, മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നും. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ കാക്കാൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ തടുക്കാൻ ആരാണുള്ളത്? ഇൻ അറാദബിക്കും സൂഅൻ, ഇൻ അറാദബിക്കും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബിക്കും നിങ്ങളോട്, സൂഅൻ, സൂഅൻ എന്നാണ് എന്തെങ്കിലും തിക്താനുഭവം, എന്തെങ്കിലും മോശം, എന്തെങ്കിലും ഒരു അള്ളാഹു നിങ്ങളോട് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് തടുക്കാൻ ആരാണുള്ളത് ചോദിക്കണം. ഔ അറാദബിക്കും റഹ്മത്തൻ, അല്ലെങ്കിൽ നിങ്ങളോട് വല്ല റഹ്മത്തും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് തടുക്കാൻ, അള്ളാഹുവിൽ തടുക്കാൻ ആരാണുള്ളത് ചോദ്യം. വലാ യജിദൂന ലഹും, അവർ തങ്ങൾക്ക് കാണുകയില്ല, മിൻ ദൂനില്ലാഹ്, അള്ളാഹുവെ കൂടാതെ, വലിയ്യൻ വലാ നസീറൻ. വലിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ബന്ധു, രക്ഷാധികാരി എന്നർത്ഥം. നസീർ എന്ന് പറഞ്ഞാൽ സഹായി. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഇവിടെ ചോദ്യം. മൻ ദല്ലദീ യഅസിമുക്കും, ഇവിടെ ഇസ്മത്ത്. എന്താ ഇസ്മത്ത്? അസമ യാസിമു അല്ലേ? ഇസ്മത്ത് കേൾക്കല്ലേ? എവിടെ ഇസ്മത്ത് കേൾക്കൽ? ഇസ്മത്തുൽ അംബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മാസൂമാണെന്ന് പറയും. മാസൂം, എന്താ ഈ മാസൂം? അതൊക്കെ ഇതാണ് യാസിമുക്കും. അപ്പോൾ പാപസുരക്ഷിതൻ എന്നുള്ളതാണ് പൊതുവേ ഇനി പറയുക, പാപസുരക്ഷിതൻ എന്ന്. ഇസ്മത്തുൽ അംബിയ എന്ന് പറഞ്ഞാൽ നബിമാരുടെ പാപസുരക്ഷിതത്വം എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ? മാസൂമാണ്. നബിമാർ സ്വയമേവ ഇസ്മത്ത് ഉള്ളവരല്ല, പിന്നെ നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ത്? ഇസ്മത്ത്. അതുകൊണ്ടാണ് മാസൂമാകുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്താലാണ് അവരെന്ത് ചെയ്യണത്? അവർ തെറ്റ് ചെയ്യാതിരിക്കണത്. വവദഅന അൻക വിസ്റക്, വവദഅന അൻക വിസ്റക്, നാം താങ്കളെ തൊട്ട് താങ്കളുടെ വിസ്ർ, പാപങ്ങളെ ഇറക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം നബിമാർ പോലും അവർ സ്വയം പര്യാപ്തരോ കഴിവുള്ളവരോ അല്ല, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവലിലാണ് അവരുള്ളത്. അതുകൊണ്ടാണ് അവർ മാസൂം, ഇസ്മത്ത് അരുളപ്പെട്ടത്. ഈ ചെറിയ പാപങ്ങളിൽ നിന്നും വലിയ പാപങ്ങളിൽ നിന്നൊക്കെ പാപസുരക്ഷിതർ എന്നുള്ള ഒരു ആശയമല്ല. നബിമാരിൽ നിന്ന് പാപങ്ങൾ ചിലത് സംഭവിച്ചേക്കാം, പക്ഷേ നബിമാരിൽ അങ്ങനെ തെറ്റുകൾ വന്നാൽ തന്നെയും അവരതിൽ ശഠിച്ച് നിൽക്കില്ല. അവരെന്ത് ചെയ്യും? വേഗം പശ്ചാത്തപിക്കും, തൗബ ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. നബിമാരിൽ നിന്ന് ഒരു തെറ്റും ഭവിക്കില്ല എന്നുള്ളതല്ല. പിന്നെ ചില തെറ്റുകൾ നബിമാരിൽ നിന്ന് ഭവിച്ചേക്കാം, പക്ഷേ
ഉടനടി അവരെന്ത് ചെയ്യും? തങ്ങളുടെ തെറ്റുകളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വീഴ്ച വന്നില്ലേ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വീഴ്ച വന്നില്ലേ? അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വീഴ്ച വന്നില്ലേ? പക്ഷേ റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, അത് അവരിന്ന് പെട്ടെന്നുണ്ടായി. റബ്ബേ എന്നിൽ നിന്ന് തെറ്റ് വന്നു, നീ എന്നോട് പൊറുക്കണമേ. റബ്ബന ളലംന അൻഫുസന, അതാണ് നബിമാരുടെ പ്രത്യേകത. തെറ്റ് വന്നാൽ തന്നെയും ഉടനടി അവരെന്ത് ചെയ്യും? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിക്കും, പൊറുക്കലിനെ തേടും. അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബലഹു, തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അതുകൊണ്ടാണ് നബിമാരെന്ത് ചെയ്യുന്നത്? പാപങ്ങളില്ലാത്തവരായത്. നമ്മൾ നബിമാരിന് ഒരു വീഴ്ചയും വരില്ല, ചെറുതും വലുതൊന്നും അവരിന്ന് വരില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിരീശ്വരവാദികളൊക്കെ ചോദിക്കും, അപ്പം ഇന്ന തെറ്റുണ്ടായില്ല, ഇന്ന വീഴ്ച വന്നില്ല, ഇന്ന വീഴ്ച വന്നില്ല. പക്ഷേ ഈ ഇസ്മത്തിനും മഅസൂം എന്നതിനും ഏറ്റവും നല്ല വിവക്ഷ ഇതാണ്. തെറ്റുകൾ വന്നാൽ തന്നെയും ആ തെറ്റിൽ ശഠിക്കൂല. തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉടനെ എന്ത് ചെയ്യും? അവർ പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും അതാണ് ഈ ഇസ്മത്ത്. അതിനാണ് ഈ അസിമുക്കും, നിങ്ങളെ തടുക്കുക, നിങ്ങളെ സംരക്ഷിക്കുക. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, എന്താ ഇന്നേ ദിവസം ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ ഇവിടെ വന്ന് യാ ബുനയ്യർകം മഅന എന്നൊക്കെ പറഞ്ഞേ. എന്താ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മകനെ കപ്പലിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പിന്നെ പറയാണ്, ഞാൻ പിന്നെ പർവ്വതത്തിൽ കയറി രക്ഷപ്പെട്ടുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ലാ ആസിമൽ യൗം, ഇന്നേ ദിവസം തടുക്കാനും ചെറുക്കാനും ആരുമില്ല എന്ന് പറഞ്ഞു കൊടുത്തില്ല. ഏതായാലും ഇവിടെ മൻദല്ലദി, ആരാണുള്ളത് അങ്ങനെയുള്ള യാസിമുക്കും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ ചെറുക്കുവാൻ, നിങ്ങളെ തടുക്കുവാൻ ആരുമില്ല എന്നർത്ഥത്തിനാണ്. മൻ എന്നുള്ളത് ആരുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോൾ ഇൻ അറാദബിക്കും സു അൻ, അള്ളാഹു നിങ്ങളോട് സു അൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിപത്ത് അല്ലെങ്കിൽ ഒരു തിന്മ, ഒരു അപകടം ഭവിച്ചാൽ മനസ്സ് വേദനിക്കുന്ന, വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ സു എന്ന് പറയും. അതെന്തും ആകാം. തെറ്റിന് പറയും, രോഗത്തിന് പറയും. ആവർത്തിക്കണം നല്ലതാണ്. വിശ്വാസ തങ്ങൾ ദിനം പ്രതി തെറ്റൊന്നുമില്ലാതെ തന്നെ എന്താ വിശ്വാസ തങ്ങളുടെ ദുആ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അതൊക്കെ സ്ഥിരപ്പെട്ട ദുആഅല്ലേ? അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് വിശ്വാസ തങ്ങൾ 100 തവണ 70 തവണ ഒക്കെ ദിനം പ്രതി പറയുന്നറില്ല. തൗബ ആവർത്തിക്കുന്നത് ഉത്തമമാണ്. മൻദല്ലദീ ആസിമുക്കും മിനല്ലാഹ് ഇൻ അറാദ ബിക്കും സൂഅൻ, സൂഅൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അള്ളാഹു ഉദ്ദേശിച്ചാൽ, നിങ്ങളോട് ഉദ്ദേശിച്ചാൽ, ഔ അറാദ ബിക്കും റഹ്മത്തൻ, അല്ലെങ്കിൽ നിങ്ങളോട് വല്ല റഹ്മത്തും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടുക്കാൻ ആരുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയണം വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ. ഇവിടെ ഈ ശൈലിയിൽ നോക്കി നിങ്ങൾ, ഇവിടെ എന്താണ്? ബിക്കും അല്ലേ? പിന്നെ ഇവിടെ എന്താണ്? ലഹും. എന്താ അത്? എന്താ ബിക്കും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളോട് അല്ലേ? മുഖാത്തബ് ഹാദിറാണ്. ലഹും എന്ന് പറഞ്ഞാൽ എന്താ? അവരോട്. എന്താ തമ്മിൽ വ്യത്യാസം? ബിക്കും ഇത് ഹാദിറിനോടാണ്, ഇത് ഗായിബിനോടാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറയും അല്ലേ? അറബിയിൽ ഇത് മുഖാത്തബാണ്, ഹാദിറാണ്, ഇത് ഗായിബാണ്. നിങ്ങളോട് വല്ല സൂവും ഉദ്ദേശിച്ചാൽ, നിങ്ങളോട് വല്ല റഹ്മത്തും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പറയണം വലാ യജിദൂന ലഹും, അവർ തങ്ങൾക്ക് കാണുകയില്ല, മിന്ദൂനില്ല അള്ളാഹുവെ അല്ലാതെ, അള്ളാഹുവെ കൂടാതെ, വലിയൻ ഒരു രക്ഷാധികാരിയെയും വലാ നസീറൻ ഒരു സഹായിയെയും കാണൂല എന്നാണ്. അതെ, ഇതിനാണ് സാഹിത്യത്തിൽ അൽ ഇൽത്തിഫാത്ത് എന്ന് പറയും. ഇൽത്തിഫാത്ത് അറബി സാഹിത്യത്തിൽ ബലാഗയിൽ ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നുകിൽ ഇവിടെ എന്ത് ചെയ്യും, പിന്നെ മുത്തക്കല്ലിം പ്രയോഗിക്കും, അല്ലെങ്കിൽ ഹാദിർ പ്രയോഗിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യും, ബമീർ മാറ്റിയിട്ട് ഒന്നുകിൽ ഗായിബ് അങ്ങനെ പ്രയോഗിക്കും. അത് അറബി സാഹിത്യത്തിൽ അത് പ്രയോഗിക്കുന്നത് ശ്രദ്ധയെ കൊണ്ടുവരാനാണ്. ശ്രദ്ധ ഇവിടെ ഉടക്കി നിർത്താനാണ്. ആളുകളുടെ ശ്രദ്ധ ഈ വായനയിൽ എന്താണ് പെട്ടെന്ന് ഈ ഹാദിർ അല്ലെങ്കിൽ മുഖാത്തബ് ഈ ഗായിബായത് അവിടെ ശ്രദ്ധ ഊന്നാൻ വേണ്ടിയിട്ടാണ് ആ ശൈലി മാറ്റം. അതിനാണ് അറബി സാഹിത്യത്തിൽ അൽ ഇൽത്തിഫാത്ത് എന്ന് പറയും.
വലാ യജിദൂന ലഹും അവർ തങ്ങൾക്ക് കാണുകയില്ല മിൻ ദൂനില്ല വലിയൻ യാതൊരു വലിയനെയും വലാ നസീറ സഹായിയെ വലിയ രക്ഷാധികാരിയാണ്. അപ്പം നമ്മളുടെ ഔലിയാക്കളുണ്ടല്ലോ, നമുക്കൊക്കെ ഔലിയാക്കളുണ്ട്, അത് നമ്മളോട് ഏറ്റവും അടുത്ത ആളായിരിക്കും. വലിയ എന്ന് പറഞ്ഞാൽ അതാണ് ഖരീബ്, അടുത്തവനാണ് ഏറ്റവും വലിയ അടുത്ത രക്ഷാധികാരി. ഇപ്പം നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾക്ക് വലിയ ആരാണ്? ഒന്നുകിൽ നമ്മുടെ വാപ്പയാണ്, അത് നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ വല്യാപ്പയാണ്, അല്ലെങ്കിൽ പേരക്കുട്ടിയാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളാണ്, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പിതൃ സഹോദരങ്ങളാണ്. നമ്മളോട് ഏറ്റവും അടുത്ത ആളുകൾ നമ്മുടെ രക്ഷാധികാരികൾ. നസീർ എന്ന് പറഞ്ഞാൽ ആരും ആകാം, ഇവരും ആകാം, ഇവരല്ലാത്തവരും ആകാം, ഏതൊരു സഹായിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിഷേധിക്കുന്നു. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറൻ. ഒരു രക്ഷാധികാരിയെയും ഒരു സഹായിയെയും കണ്ടെത്തൂല്ല അള്ളാഹുവിൽ നിന്ന് കാവലായിട്ട് എന്നുള്ളതാണ്. പടച്ചവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് ഭവിക്കും, ഒരു തടസ്സമില്ലാതെ. അത് ആയാലും റഹ്മത്തായാലും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓതി കൊടുക്കുകയാണ്. ഈ ഇവിടുന്ന് ഓടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവർ ഓടുന്നത് അവരുടെ ഭാഷയിൽ അവർ അള്ളാഹുവിൽ നിന്നാണ് ഓടുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീല. ഇതൊക്കെ ഈ യുദ്ധ സാഹചര്യത്തിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ അനുവാദം ചോദിച്ചിട്ടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട്. ഇത് 10-20 ചില്ലാനും ദിവസങ്ങൾ നീണ്ടു നിന്നിട്ടുണ്ട്. അതിനു മുമ്പ് കിടങ്ങ് കീറാനുള്ള ദിനങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധനാളുകൾ തന്നെ 20 ചില്ലാനും ദിവസങ്ങൾ നീണ്ടിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ? ഇതാണ് മസ്ജിദുൻ നബവി. ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരെ എവിടേക്കുള്ളൂ? ഈ കിടങ്ങിൻ്റെ ഭാഗത്തേക്കുള്ളൂ. അപ്പോൾ ചിലരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിച്ചു പോകുക എന്നുള്ളതുണ്ടായിട്ട് റസൂലുള്ളാഹി സമ്മതം കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ മറ്റു ചിലർ അനുവാദം ചോദിക്കുന്നത് എന്തിനല്ല? അവർ സമ്മതം കൊടുത്തവർക്ക് പോകുന്നത് പോലെ പോകാനല്ല. അവരെന്താണ് ചെയ്യുന്നത്? അവർ ഇവിടുന്ന് ഒളിച്ചോടാനാണ്, യുദ്ധമുഖത്ത് നിന്ന് ഒളിച്ചു പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അവർക്ക് സമ്മതം കൊടുത്ത് പോകുന്ന പ്രശ്നമല്ല. പക്ഷേ അവർ പോകുമ്പോൾ എന്ത് ചെയ്യണം? അവർ ഇവിടെ ഉള്ളവരെയും കൂടി കലക്കിയിട്ടാണ് പോണത്. അതാണ് അവരുടെ പ്രശ്നം. ഉള്ളവരെ കലക്കിയിട്ടാണ് പോകണത്. അല്ലെങ്കിൽ അവർ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വേള നല്ലതായിരിക്കും. ഇപ്പോൾ ഉഹുദിൽ എന്താ സംഭവിച്ചത്? ഉഹുദിൽ അവർ പോവുകയല്ലേ ചെയ്തത്. 300 ആളെയും കൂട്ടിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് പോവുകയാണ് ചെയ്തത്. അതേസമയം ഇവരിവിടെ ഉള്ളവരെ ഫസാദാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ പോകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അള്ളാഹു ഇവിടെ പറയുന്നത് എന്താ? ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന. ഖദ് യഅലമുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. തീർച്ചയായും അൽ മുഅവ്വിഖീന മിൻകും, നിങ്ങളിൽ നിന്നുള്ള മുഅവ്വിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഈ മുടക്കികൾ എന്നറിയില്ല നമ്മൾ? ആരാ മുടക്കികൾ? മുടക്കിൻ്റെ വകയാണല്ലേ പണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. മുടക്കികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംരംഭത്തിൽ കൂച്ചുവിലങ്ങ് തീർത്ത് അതിൽ നിന്ന് ആളുകളെ പിടിച്ചു വലിച്ച് അതിനെ കൊളാക്കുന്നവർ, അതാണ് മുടക്കികൾ. അവരോ പോകില്ല. ഈ നടന്മാരറിയും പുല്ലുട്ടിയിലെ നായ്ക്കുട്ടികളെ മാതിരി. എന്താ പുല്ലുട്ടിയിലെ നായ്ക്കുട്ടികളെ പ്രശ്നം? തിന്നൂല, തീറ്റിക്കൂല. കന്നാളക്ക് പുല്ലിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പുല്ല് നായ്ക്കുട്ടിയോട്ട് തിന്നൂല. എന്നാൽ ഈ കന്നാളെ നേർക്ക് തിന്നാനായിട്ട് സമ്മതിക്കൂല. അതിൽ പാഞ്ഞ ഓടി അത് ചളാക്കും. അതാണ് ഈ കപടന്മാരുടെ പ്രത്യേകത. അവരാണ് ഈ മുഅവ്വിഖീന മിൻകും, നിങ്ങളിൽ നിന്നുള്ള മുഅവ്വിഖീങ്ങളെ അള്ളാഹു അറിയുന്നു എന്നാണ്. മുടക്കികൾ. ഈ ഖന്തക്കിൻ്റെ പശ്ചാത്തലത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഹചര്യമാണ്. എത്ര ഒരു അപകടം നിറഞ്ഞ സന്ദർഭമാണ്. അവിടെ ഇവരൊട്ട് പണിയെടുക്കൂല, എന്നാൽ പണിയെടുക്കണ പോലെ ഇവരൊട്ട് സമ്മതിക്കൂല. അതാണ് മുഅവ്വിഖീൻ മിൻകും. ചിലർ പറഞ്ഞാൽ അത് യഹൂദരാണെന്ന്. ശരിക്കും അത് യഹൂദരല്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? മിൻകും എന്നാണ്, നിങ്ങളിൽ നിന്ന് എന്നാണ്. അപ്പോൾ അവർ മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ്. നിങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള മുഅവ്വിഖീങ്ങളെ അള്ളാഹു പറഞ്ഞത്. ഈ മുഅവ്വിഖ് എന്നുള്ളത് ആഖ എന്നതിനാണ്. മുആഖ് എന്ന് പറയും. അംഗപരിമിതിയുള്ളവരാണ് മുആഖ്. ഇവിടെ ഈ മുആഖിൻ്റെ ചിത്രം വെക്കും. പക്ഷേ മുആഖ് എന്ന് എഴുതില്ല. നമ്മളെ നാട്ടിലൊക്കെ ബസ്സിലൊക്കെ അംഗപരിമിതിയുള്ളവർ എന്ന് എഴുതും. ശരിക്കും വികലാംഗർ എന്ന് എഴുതും. പണ്ടൊക്കെ വികലാംഗർ എന്ന് പച്ചയായിട്ട് തന്നെ എഴുതും. ഇപ്പം അംഗപരിമിതിയുള്ളവർ എഴുതും. അതൊന്നുകൂടി നല്ല ഭാഷയാണ്. ഇവിടെ എഴുതലെന്താ? ഇവിടെ എന്താ എഴുതൽ? നിങ്ങളെന്താ വായിച്ചിട്ടുള്ളത്? ഇവിടെയൊക്കെ എഴുതലെന്താ?
ഉലിൽ ഹിമം എന്ന ഇത്. ഹിമം എന്ന് പറഞ്ഞാൽ ഹിമ്മത്ത്, മനക്കരുത്താണ്, മനക്കരുത്ത്. ഉലുൽ ഹിമം എന്ന് പറഞ്ഞാൽ മനക്കരുത്തുള്ളവർ, അങ്ങനെ എഴുതുക. അതാണ് പിന്നെ ഈ ഇതുണ്ടല്ലോ വികലാംഗരുടെ പാർക്കിംഗ് ഉണ്ടല്ലോ, റവിൽ ഹിമം ഉലിൽ ഹിമം അങ്ങനെ എഴുതുക. ഇവിടെ പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ബോർഡുണ്ടല്ലോ, ആ ബോർഡുമ്പോൾ മവാഖിഫു ഉലിൽ ഹിമം അല്ലെങ്കിൽ മവാഖിഫു റവിൽ ഹിമം എന്നായത്. ഹിമ്മത്തുള്ളവർ, മനക്കരുത്തുള്ളവരുടെ പാർക്കിംഗ്. എന്തിനാ അങ്ങനെ എഴുതുന്നത്? അതവർ അംഗപരിമിതി ഉള്ളവരാണെങ്കിലും അവർക്കൊരു പ്രചോദനമാണ്, അതേപോലെ തന്നെ പ്രത്യാശ പകരലാണ്. അവർ ജന്മന അവർക്ക് എന്തുണ്ട്, അവരുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ വകഞ്ഞ് പ്രശ്നങ്ങൾ വലിച്ചിട്ടല്ല വേണ്ടത്, പിന്നെയോ അവർക്ക് പ്രത്യാശ കൊടുക്കുകയാണ് വേണ്ടത്. അവയവങ്ങളിൽ പരിമിതി ഉണ്ടെങ്കിലും മനസ്സിനെന്തില്ല, അവർക്ക് ഒരു പരിമിതിയില്ല. അതുകൊണ്ട് എത്ര വികലാംഗർ പിന്നെ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ദീനിൽ അതിൻ്റെ കഥ ധാരാളങ്ങളാണ്. ഇപ്പോൾ പിന്നെ കാഴ്ചക്ക് പരിമിതിയുള്ളവർ ഒക്കെ ആയ അത്രയും ആളുകൾ, അതേപോലെ തന്നെ അവയവങ്ങളിൽ പരിമിതിയുള്ള ആളുകളൊക്കെ എത്രയോ പിന്നെ പണ്ഡിതന്മാരായി, പിന്നെ മുഹദ്ദീസുകളായി, ഫുഖഹാക്കളാക്കിയിട്ടൊക്കെ അറിയപ്പെട്ടവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും പരിമിതിയുള്ളവരില്ലേ? അല്ലാഹ് ഇബ്നു മക്തൂമിൻ്റെ വിഷയത്തിലാണ് അബസ വതവല്ല എന്നുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഖൗഖൽ അയാൾ മുടന്തനായിരുന്നു, വലിയ മുടന്തായിരുന്നു, നടക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ഉഹുദിൻ്റെ തുടക്കത്തിൽ വന്നിട്ട് പറയുന്നത്, റസൂലെ എനിക്ക് ഈ മുടന്തയായിട്ട് സ്വർഗത്തിൽ പോകണമെന്ന് പറയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിന് ഉഹുദിൽ സമ്മതിക്കുകയാണ്. അങ്ങനെ ആ മുടന്തോട് കൂടി അദ്ദേഹം ഉഹുദിൽ പങ്കെടുത്തു. ഉഹുദിൽ കൊല്ലപ്പെട്ടവരിൽ ആദ്യത്തെ ആ വിഭാഗത്തിൽ ഈ ഇബ്നു ഖൗഖലുണ്ട്, നുഅ്മാൻ ഇബ്നു ഖൗഖൽ ഉണ്ട്. അദ്ദേഹം റസൂലുള്ള പറയാൻ, രാവിലെ അയാൾ മുടന്തുള്ളവനാണെങ്കിലും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അദ്ദേഹം മുടന്തില്ലാതെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന രീതിയിലൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പല സഹാബികളും അലാ കുല്ലിൻ. പിന്നെ അതാണ് ഈ മുആഖ്. അതിനാണിത് ഇവിടെ മുആഖ് എന്നുണ്ടെങ്കിൽ അംഗപരിമിതി ഉള്ളവർ എന്നുള്ളതാണ്. അത് ഈ പദത്തിൻ്റെ അസല അറിയിക്കണത് എന്താണ്? ഒരു പരിമിതിയെ അല്ലെങ്കിൽ ഒരു തടസ്സത്തെയാണ് അറിയിക്കുന്നത്. ആക്ക എന്ന് പറഞ്ഞാൽ തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇതെന്താ, ഇത് അവക്കയിൽ നിന്നാണ്. മുഅവ്വിഖ് എന്ന് പറഞ്ഞത് ഇവിടെ എന്താ വ്യത്യാസം? മുആഖും മുഅവ്വിഖും ഇത് അവക്കയിൽ നിന്നാണ്. അവക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തടസ്സം സൃഷ്ടിക്കുക, വീണ്ടും വീണ്ടും സൃഷ്ടിക്കുക എന്നാണ്. അങ്ങനെ സൃഷ്ടിക്കുന്നവനാണ് മുഅവ്വിഖ്, മുടക്കി. സാധാരണ മുടക്കിയല്ല, പിന്നെയോ ഈ മുഅവ്വിഖ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ദബഹ എന്ന് പറഞ്ഞാൽ അറുത്തു. ദബഹ എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്ഠൂരമായി അറുത്തു എന്നാണ്. യുദബ്ബിഹൂന അബ്നാഅഹും എന്ന് പറഞ്ഞത് ഫിർഔനും കൂട്ടരും മിസ്റിൽ ഇസ്രായേലരുടെ മക്കളെ യുദബ്ബിഹൂൻ എന്നാണ്. എന്താ യുദബ്ബിഹൂൻ എന്ന് പറഞ്ഞാൽ? യദ്ബഹു എന്നല്ല പറയുന്നത്, യദ്ബഹു എന്ന് പറഞ്ഞാൽ അറുത്തിരുന്നു എന്നാണ്. യുദബ്ബിഹൂൻ എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്ഠൂരമായ അറിവ്, ക്രൂരമായ അറിവ്. അതേപോലെയാണ് പ്രയോഗം. മുഅവ്വിഖീൻ എന്ന് പറഞ്ഞെങ്കിൽ അതാണ്. ആ മുടക്കണുണ്ടല്ലോ, അതൊരു സാധാരണ മുടക്കലല്ല, വല്ലാത്ത മുടക്കലാണ്. അതുകൊണ്ടാണ് ഈ കപട വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അൽ മുഅവ്വിഖീൻ എന്ന് പറഞ്ഞത്. എങ്ങനെയൊക്കെ മുടക്കാൻ പറ്റും അങ്ങനെയൊക്കെ മുടക്കുക. ഈ ഒരു തവണ മുടക്കി എന്നിട്ട് നിർത്തുന്നില്ല, പിന്നെയും മുടക്കുക. ആരെയും മുടക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ നിന്ന് സത്യവിശ്വാസികളെയാണ് അവരെതിയിട്ട് മുടക്കുന്നത്. അതാണ് വിഷയം. അപ്പോൾ അള്ളാഹു പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഈ മുടക്കികളെ, തടസ്സം സൃഷ്ടിക്കുന്നവരെ അള്ളാഹു അറിയുന്നു, തീർച്ച. വൽ ഖായിലീന ലി ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരങ്ങളോട് പറയുന്നവരെയും, വൽ ഖായിലീൻ എന്നാണ് പറയുന്നവരെയും അള്ളാഹു അറിയുന്നു. ലി ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരങ്ങളോട് എന്ത് പറയുന്നു? ഹലുമ്മ ഇലൈന. എന്താ ഹലുമ്മ ഇലൈന? ഞങ്ങളുടെ അടുക്കലേക്ക് വരൂ. ഹലുമ്മ ഇലൈന. വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീല. വലാ യഅ്തൂൻ, അവർ വരികയും ഇല്ല. അൽ ബഅസ് എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം, അൽ ഹർബ്, യുദ്ധത്തിലേക്ക് അവർ വരികയില്ല. ഇല്ലാ ഖലീലൻ, ഇല്ലാ ഖലീൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലാതെ. ഒക്കെ ഒരു വലിയ ആശയങ്ങളുടെ പ്രയോഗമാണത്. ഇവിടെ നമ്മൾ ഈ കത് പ്രയോഗം, കത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ കത് എന്ന് വരും, അതിന് ക്രിയകൾക്ക് മുമ്പിലാണ് വരിക. വർത്തമാന ഭാവി കാലക്രിയ മുമ്പിൽ വരും. അതേപോലെ തന്നെ ഭൂതകാലക്രിയക്ക് മുമ്പിൽ വരും. ഇപ്പോൾ കത് അഫ്ലഹ, എന്താ കത് അഫ്ലഹ എന്ന് പറഞ്ഞാൽ? അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു. കത് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു. അതിന് മുമ്പിൽ കത് വന്നപ്പോൾ തീർച്ചയായും ഇത് വർത്തമാന ഭാവി കാലക്രിയ മുമ്പിലും വരും.
ഇവിടെ വന്നതുപോലെ വർത്തമാന ഇത് ഈ അലമു എന്നുള്ളത് എന്താ അറിയുന്നു അറിയും എന്നല്ലേ വർത്തമാന ഭാവി കാലക്രിയയാണ്. അതിന് മുമ്പിൽ കത് വരും. അപ്പോൾ ഇത് തക്ലീലിന് വരും. തക്ലീൽ എന്നുണ്ടെങ്കിൽ കുറച്ച് എന്നർത്ഥത്തിൽ, ചിലപ്പോൾ കുറച്ച് എന്നർത്ഥത്തിൽ. കത് ഈ അലമു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ എന്താ ഉദ്ദേശം? അറിഞ്ഞേക്കും, ചിലപ്പോൾ അറിയും എന്ന അർത്ഥത്തിൽ കത്. അതിൻ്റെ പ്രത്യേകതയാണ് ഈ കതിൻ്റെ. ചിലപ്പോൾ ഇതെന്തിന് വരും? തക്ലീലിനല്ല, ഇത് തൗക്കീദിന് തന്നെ വരും. തൗക്കീദിന് വരും തീർച്ചയായും എന്ന അർത്ഥത്തിൽ. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ കത് ആലമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു അറിഞ്ഞേക്കും എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്. ചിലപ്പോഴേ അള്ളാഹു അറിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും അക്കീദ്. അത് ഈ കത് എന്നത് അവ്യയത്തിൻ്റെ പ്രത്യേകതയാണ്. കത് എന്നുള്ളത് ഭാഷയിലൊരു വലിയ ചർച്ചാ വിഷയമാണ്. ഭൂതകാലക്രിയക്ക് മുമ്പിൽ കത് തൗക്കീദിൻ്റെ അർത്ഥത്തിനാണ്, തൗക്കീദിൻ്റെ അർത്ഥത്തിനാണ്, ശക്തിപ്പെടുത്താനും ബലപ്പെടുത്താനാണ്. എന്നാൽ വർത്തമാന ഭാവി കാലക്ക് മുമ്പിൽ കത് വരുമ്പോൾ ചിലപ്പോൾ കത് എന്നുള്ളത് ചിലപ്പോൾ എന്ന അർത്ഥത്തെ കൊണ്ടുവരാനാണ്. ചില സന്ദർഭങ്ങളിൽ തീർച്ചയായും എന്നുള്ള അർത്ഥത്തിന് വരും. അതാണ് ഇവിടെ ഖദി ആലമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും, തീർച്ച. അൽ മുഅവ്വിഖീന മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഈ മുടക്കികളായ ആളുകൾ. മുടക്കികൾ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പരിമിതിയുള്ള അർത്ഥമാണത്. ഇതിങ്ങനെ ഇതാണ് അവരുടെ പണി. പിന്നെ വൽ ഖായിലീന ലി ഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന, തങ്ങളുടെ സഹോദരങ്ങളോട് പറയുന്നവരെയും അള്ളാഹു അറിയുന്നു. എന്താ അവർ പറയുന്നത്? ഹലുമ്മ ഇലൈന. ഇവിടെ ഒരു സഹാബി ഖന്തക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിച്ചു കൊണ്ടൊരു സഹാബി പോവുകയാണ്. തഫ്സീർ റൂഹുൽ മആനിയിൽ ഈ ഒരു സംഭവത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റ് തഫ്സീറുകളിൽ അതുണ്ടാവാം. ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചു പോകുമ്പോണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇവിടുന്ന് പൊയ്ക്കാണ്, ഈ ടീമിൽപ്പെട്ടതാണ്. പോയിട്ട് അവിടെ വീട്ടിലിരുന്നിട്ട് നല്ല ഭക്ഷണം കഴിക്കുകയാണ്. അതിൽ ഷവായൊക്കെ ഉണ്ട് എന്നാണ്, നന്നായിട്ട് ഫുഡ് അടിക്കുകയാണ്. അപ്പോൾ ഈ സഹാബി ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന റിമാഹി വസുയൂഫ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിമാഹിൻ്റെയും സുയൂഫിൻ്റെയും ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സൈന്യങ്ങളിൽ വാളുകളുടെയും കുന്തങ്ങളുടെയും ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുധധാരിയായി ഖന്തക്കിൽ വഅൻത, താങ്കൾ ഇവിടെ ഈ ഷവായും തിന്നിട്ട് ഇരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. ആര്? ഈ സഹോദരൻ, ഈ വിശ്വാസി, പോയ വിശ്വാസി. അപ്പോൾ ഈ തിന്നുണാൻ പറയാണ് ഹലുമ്മ ഇലൈന, ഇങ്ങോട്ട് വന്നോ. എന്നിട്ട് പറയാണ് മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും കഥ കഴിഞ്ഞിട്ടുണ്ട്. കഥ അഹാത്ത ബിഹിം, അഹാത്ത ബി എന്ന് പറഞ്ഞാൽ ഈ സഖ്യസേന ഇവരെ വളഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് ഇവിടുന്ന് ഒരു മടക്കല്ല മദീനയിലേക്ക്. നിസ്വാസ സാബികൾക്കും ഈ ശത്രുക്കളിൽ നിന്ന് ഇനി ഇവിടേക്കൊരു മടക്കല്ല. അതുകൊണ്ട് ഇനി ആണ്ട് പോകണ്ട, ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്ന് തിന്നോ എന്ന് പറയണം. ആര്? ഈ മുനാഫിഖ് സഹോദരനോട്. അപ്പം അദ്ദേഹം ആണയിട്ട് പറയാണ്, അള്ളാഹുവാണ് സത്യം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മടങ്ങുക തന്നെ ചെയ്യും. നീ പറഞ്ഞത് ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഈ സഹോദരൻ തൻ്റെ സഹോദരനെ വിട്ടിട്ട് വീണ്ടും വരികയാണ്. വരുമ്പോഴത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിയിട്ടുണ്ട് ഈ സംഭാഷണത്തിൻ്റെ വിഷയത്തിൽ. അതാണ് ഇവിടെ ഖദി അലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലി ഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന, വരൂ എന്നിട്ട് ഇവിടെ ഇരുന്ന് തിന്നോ എന്ന് പറഞ്ഞില്ലേ. അതൊരാളുടെ മാത്രം വിഷയമല്ല, അത് ഇവിടെ നിന്ന് ഒളിഞ്ഞു പോയ കപട വിശ്വാസികളുണ്ട്. ഞങ്ങളെ വീട് ഔറത്താണെന്ന് പറഞ്ഞാൽ സമ്മതം ചോദിച്ചു പോയ കപട വിശ്വാസികളുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയമാണിത്, ഹലുമ്മ ഇലൈന എന്ന് തങ്ങളുടെ സഹോദരങ്ങളോട്. ഹലുമ്മ എന്ന് പറഞ്ഞാൽ, ഹലുമ്മ എന്ന് പറഞ്ഞാൽ വരൂ എന്നാണ്. ഹലുമ്മ എന്ന് പറഞ്ഞാൽ തആൽ അല്ല, അതൊരു ഇസ്മു ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മു ഫീൽ പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്മ അറിയാം അല്ലേ? ഇസ്മു എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ്, ഫീൽ എന്ന് പറഞ്ഞാൽ ക്രിയകളാണ് അല്ലേ? ചിലത് ഇസ്മു ഫീൽ എന്ന് പറയും. ചില നിലക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്മാണ്, ചില നിലക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫീലാണ്. ഇപ്പോൾ ഇവിടെ ഹലുമ്മ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വരൂ എന്നാണ്. വരൂ എന്ന് പറയുമ്പോൾ എന്താ? അഖ്ബിൽ എന്നാണ്, വരൂ എന്നാണ്. അപ്പോൾ അർത്ഥം നോക്കുമ്പോൾ അത് ഫീലാണ്. പക്ഷെ ഫീൽ ഉണ്ടല്ലോ, ഈ ക്രിയകൾ ചില അഥവാത്തുകളെ സ്വീകരിക്കണം. അത് വർത്തമാന ഭാവി കാലക്രിയയാണെങ്കിൽ അതിന് മുമ്പിൽ ചില അടയാളങ്ങളെ സ്വീകരിക്കണം. അതേപോലെ തന്നെ അത് ഭൂതകാലക്രിയൻ്റെ അർത്ഥത്തിലാണെങ്കിൽ ചില അടയാളങ്ങൾ സ്വീകരിക്കണം. ഇതൊന്നും സ്വീകരിക്കൂല അമ്മാരി. ഇത് അതിൽപ്പെട്ടതാണ് ഹയ്യ, ഉഫ്, അതേപോലെ തന്നെ ഹലുമ്മ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പദങ്ങളെക്കുറിച്ച് പറയും ഇസ്മു ഫീൽ. ഇസ്മു ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ അത് ഇസ്മാണ്, ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്?
ഫെയിലാണ്. അതിൽപ്പെട്ടതാണ് ഇത് എന്നാണ് ഇതിൽ പറയാം. ഹലുമ്മ എന്നുള്ളത് ഇസ്മു ഫെയിൽ എന്ന് പറയാം. ഹലുമ്മ നമ്മളിതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കാലത്ത് ഹലുമ്മ ഇലയ്യ ഒരു കവിത പറഞ്ഞിട്ടില്ലേ, യഅ്ബ അലൈക്കില്ലാഹു വൽ ഇസ്ലാമു എന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു സഹാബി ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മക്കം ഫതഹിൽ എന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച് പോവുകയാണ്. പോകുമ്പോഴാണ് അയാൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകി സാധാരണ ഇയാളുടെ വരവിലും പോക്കിലൊക്കെ ഇയാളുടെ വഴിയിലാണ് ഇവളുടെ വീടുള്ളത്. അപ്പോൾ ഈ കാമുകി ഇറങ്ങിയിട്ട് സാധാരണ പറയുന്നത് അതാണെന്ത്, ഹലുമ്മ ഇലൈ വരൂ നതഹദ്ദസ് നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന് പറയുമെന്നാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ട് പോകുമ്പോഴും അവൾ വിളിക്കുകയാണ്, വരൂ നമുക്ക് സംസാരിച്ചിരിക്കാം. കാലത്ത് ഹലുമ്മ ഇലൈ അവൾ പറഞ്ഞു വരൂ നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന്. എൻ്റെ പ്രയോഗം വിട്ടുപോയി. ഈ തവണ അവൾ വിളിച്ചപ്പോൾ സഹാബി പറഞ്ഞു എന്നാണ്, യഅ്ബ അലൈക്കില്ലാഹു വൽ ഇസ്ലാമു. എന്താ യഅ്ബ അലൈക്കില്ലാഹു വൽ ഇസ്ലാമു, അള്ളാഹും ഇസ്ലാമും ഇത് സമ്മതിക്കണില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയി എന്നാണ്. ഈമാൻ. ഇന്നലെ വരെ ഇയാൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇവളെന്ത് ചെയ്യും, ഹലുമ്മ ഇലൈ നതഹദ്ദസ് വരൂ നമുക്ക് സംസാരിച്ചിരിക്കാം എന്ന് പറയുന്നതാണ്. അപ്പോഴൊക്കെ കയറി സംസാരിക്കും. ഈ പോക്കിൽ മക്കാം ഫതഹായി ഇദ്ദേഹം ശാസ്ത്രമാതങ്ങളെ കണ്ടു, ഇസ്ലാം ആശ്ലേഷിച്ചു. എന്നിട്ട് പോകുമ്പോൾ അവൾ കൊണ്ടും പതിവ് പോലെ പറയണ ഹലുമ്മ ഇലയ്യ വരുമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു എന്നാണ്, യഅ്ബ അലൈക്കില്ലാഹു വൽ ഇസ്ലാമു, അള്ളയും ഇസ്ലാമുമാണ് വിഷയം, ഇപ്പണി പറ്റൂല എന്നാണ് പറയുന്നത്. അവളുടെ അടുത്ത് കയറാതെ പോയി എന്നാണ്. ഏതായാലും ഇവിടെ ഈ ഹലുമ്മ അതിൻ്റെ ഒരു പ്രയോഗമാണിത്, വരൂ എന്ന് പറഞ്ഞു. ഹലുമ്മ ഇലൈന നമ്മുടെ അടുക്കലേക്ക് വരും. പിന്നെ പറയാണ്, ഏതായാലും ഈ കപട വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അവരുടെ പണി ഉണ്ടല്ലോ അത്യന്തം അപകടമാണ്. ഇവിടെ ഈ സഖ്യസേനകളുണ്ടല്ലോ, ഇവർ വരുത്തുന്നതിനേക്കാൾ വലിയ അപകടമാണ് ഇവിടെ ഇരുന്നിട്ട് ഇവർ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ കൂടെയാണ് അവരുള്ളത്. എന്നിട്ടാണ് അവർ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മുശ്രിക്കീങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വചനങ്ങൾ എടുത്തിട്ടാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, കപട വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ഒപ്പമുള്ള ഈ കൂടെ ഉള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ അപകടം എന്താ പറയുന്നത്, വലാ യഅ്തൂന അൽ ബഅസ് ഇല്ലാ ഖലീല, വലാ യഅ്തൂൻ അവർ എത്തുകയില്ല, അൽ ബഅസ്, ബഅസ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും യുദ്ധത്തിനാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ബഅസ് പ്രയോഗിച്ചിടത്തൊക്കെ യുദ്ധമായിരിക്കും. വസറാബീല തഖീക്കുമുൽ ഹർറ വസറാബീക്കും തഖീക്കും ബഅസക്കും എന്ന് പറഞ്ഞില്ലേ, യുദ്ധം. വലാ യഅ്തൂന അൽ ബഅസ്, അവർ യുദ്ധത്തിന് എത്തുകയില്ല, ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്, അത് പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിൽ വിശദീകരിക്കാം കേട്ടോ, സമയമായി. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.